ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഫിൽറ്റർ മെത്തേഡ് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ യു ജനറേറ്റ് എ DSBSC വേവ് ഇൻ എ ലോ FC, ഒരു കുറഞ്ഞൊരു FC ജനറേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ കിട്ടുന്ന സാധനത്തിനെ എടുത്തിട്ട് സിംഗിൾ സൈഡ് ബാൻഡ് ഫിൽട്ടർ ചെയ്ത് കളയുന്നു. ഫിൽട്ടർ ആൻഡ് ദെൻ യു ഗെറ്റ് എ ഡിസയേർഡ് സൈഡ് ബാൻഡ്. വേണ്ടിയ സൈഡ് ബാൻഡ് കിട്ടി. ആ വേണ്ടിയ സൈഡ് ബാൻഡിനെ പിന്നെയും ബൂസ്റ്റ് ചെയ്ത് ഒരു ഹൈ FC ആക്കുന്നു അല്ലേ. Now, let's consider a case where the DSBSC is actually generated with a high FC. Now, we'll take vocal range. ഒരു വോയിസ് ടോൺ എടുക്കാം. വോയിസ് ടോണിന് 30 Hz to 30 kHz വരെ പോകുന്ന അസ്യൂം ചെയ്യാം. 30 kHz അല്ല, വേറെ എന്തോ വാല്യൂ ആണോ, പക്ഷേ ജസ്റ്റ് ഒരു അസംഷൻ ആണ് ഫോർ സേക്ക് ഓഫ് എക്സ്പ്ലനേഷൻ. സോ മെസ്സേജ് സിഗ്നൽ ബേസിക്കലി ഇങ്ങനത്തെ ഒരു സിഗ്നലാണ് 0. ഇത് പോസിറ്റീവ് FM, ഇത് FM തന്നെ എടുക്കാം. ഇത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് FM, ഇത് -F, ആൻഡ് ദെൻ ഈ റേഞ്ച് എന്ന് പറയുമ്പോൾ ദിസ് ഹോൾ റേഞ്ച് ഇസ് ആക്ച്വലി ഫ്രീക്വൻസി ഓഫ് മോഡുലേഷൻ. സോ ദ ഫ്രീക്വൻസി ഓഫ് മോഡുലേറ്റിംഗ് വേവ് ക്യാൻ വേരി ബിറ്റ്വീൻ 30 Hz to 30 kHz. സോ ഇങ്ങനത്തെ ഒരു വേവാണ്. +30 to +30K, ആൻഡ് ഇങ്ങോട്ടുമുണ്ട് -30 to -30K. ബട്ട് ഇതിങ്ങനെ ചിന്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ നമുക്ക് വിൽ ജസ്റ്റ് കൺസിഡർ ദാറ്റ് വി ഹാവ് എ ഡൂഡ് ഹൂസ് ഓൺലി സ്പീക്കിംഗ് അറ്റ് 30 Hz ഫോർ നൗ. ഹിസ് വോയിസ് ഡസൻറ്റ് ഗോ അബൌട്ട് 30 Hz. നമുക്ക് അങ്ങനെ ചിന്തിക്കാം. സോ FM-നാകെ ഈ ഒരു വാല്യൂ ഉണ്ടെന്ന് മാത്രം നമ്മളൊന്ന് അസ്യൂം ചെയ്തേക്കുക. സോ 30 kHz ഒന്നുമില്ല, 30 Hz മാത്രം. 30 Hz ഒരു പെർട്ടിക്കുലർ ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്. ആംപ്ലിറ്റ്യൂഡൊന്നും ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ല. 30K ഇല്ല. ഇവിടെ ഒരു -30K ഉണ്ട്. ദിസ് ഇസ് പ്യുവർലി ബിക്കോസ് ഫ്രീക്വൻസിക്ക് പോസിറ്റീവ് സ്പെക്ട്രം ഉണ്ട്, നെഗറ്റീവ് സ്പെക്ട്രം ഉണ്ട്. യു ക്യാൻ ഹാവ് പോസിറ്റീവ്, അത് മെയിൻലി ഡയറക്ഷൻ ഓഫ് ഫ്രീക്വൻസി കാണിക്കാൻ. ഇപ്പം ഇഫ് ദിസ് സൈൻ വേവ് ഹാസ് എ പോസിറ്റീവ് FM, ദ നെഗറ്റീവ് FM വേർഷൻ ഓഫ് ദിസ് സൈൻ വേവ് വുഡ് ബി ദി ഓപ്പോസിറ്റ് ബേസിക്കലി. ഇത്ര ഉള്ളൂ കാര്യം. സോ അത് ഇമ്പോർട്ടൻ്റ് അല്ല, പറഞ്ഞതേ ഉള്ളൂ. സോ ഇതാണ് നമ്മുടെ മെസ്സേജ് സിഗ്നൽ M(t). ഇനി വെൻ യു പാസ് M(t) ത്രൂ എ DSBC at a certain FC, carrier frequency. സോ ഒരു ഹൈ കാരിയർ ഫ്രീക്വൻസി ആണെങ്കിൽ നമുക്ക് വരയ്ക്കാം. ഹൈ കാരിയർ ഫ്രീക്വൻസി, ലെറ്റ്സ് ടേക്ക് ദ കാരിയർ ഫ്രീക്വൻസി ടു ബി 100 MHz or 10 MHz. 10 MHz here, and then there will be a -10 MHz here because frequency spectra are symmetrical. -10 MHz. എന്നിട്ട് ഞാൻ പറഞ്ഞു FM 30 Hz ആണ്. സോ LSB ഇത് FC ആണല്ലോ. ഇത് FC ആണെങ്കിൽ LSB ഗോസ് ഫ്രം FC to FC minus FM. സോ FC to FC minus FM എന്ന് പറയുമ്പോൾ FM വളരെ ചെറുതാണ്, 30 Hz. സോ 10 MHz - 30 Hz എന്ന് പറയുമ്പോൾ വളരെ ചെറിയ സാധനമാണ് FM, വിച്ച് ഇസ് ലെറ്റ്സ് സേ 10M - 30 എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ അപ്പർ സൈഡ് ബാൻഡ് എന്ന് പറയുമ്പോൾ 10M + 30 വരെ പോകും. 10M + 30 വിച്ച് ഇസ് ഇത് FC - FM ആണ്. ഇത് FC + FM. സോ ഈ ലൈൻ ഉണ്ട്, ഈ ലൈനും ഉണ്ട്. ഇത് USB, ഇത് LSB. കാരിയർ അല്ല, ബിക്കോസ് ഇറ്റ്സ് എ ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ് കാരിയർ വേവ്. സോ ഇവിടെ നിന്ന് ഇങ്ങനെ തന്നെ ഞാൻ ഇട്ടേക്കാം. ദിസ് തിങ് റെപ്ലിക്കേറ്റ്സ് ദ നെഗറ്റീവ് ഫ്രീക്വൻസി സ്പെക്ട്ര ഓൾസോ. സോ ഇവിടെ വരുമ്പോൾ ഇങ്ങനെയുണ്ട്, ഇവിടെ ഉണ്ട്. ഇത് LSB, ഇത് USB. ഓക്കെ. സോ ഇതിനും അതിൻ്റേതായ ഫ്രീക്വൻസീസ് ഉണ്ട്. ഇവിടെ ഞാൻ എഴുതിയേക്കാം -10M + 30. ഇത് -10M - 30, 10M - 30. Now if you notice here, ഇപ്പം എൻ്റെ ഗോള് USB മാത്രം അല്ല, LSB മാത്രം കിട്ടിയാൽ മതി. USB കളയാം, ഇത് വേണ്ട, ഇതും വേണ്ട. അപ്പോൾ ഇത് രണ്ട് സൈഡിലും USB ഫിൽട്ടർ ചെയ്യണമെങ്കിൽ വാട്ട് വി നീഡ് ഇസ് എ ലോ പാസ് ഫിൽറ്റർ അല്ലേ. ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുമ്പോൾ ഇത്ര മാത്രം കിട്ടിയാൽ മതി. സോ ഇത്ര മാത്രം മതി. ദാറ്റ് എക്സ്റ്റെൻഡ്സ് ടു ദ നെഗറ്റീവ് ഫ്രീക്വൻസീസ് ആസ് വെൽ. എന്നിട്ട് ഇതിനകത്തായിരിക്കും 10M - 30 ഇവിടെ LSB എന്ന് എഴുതാം. LSB USB-യുടെ പോയിൻ്റ് ഇവിടെ ആയിരിക്കും. സോ USB, പക്ഷേ USB ഓബ്വിയസ്ലി പാസ്സാകുന്നില്ല. ഇവിടെ -LSB ബിക്കോസ് ഈ LSB ആണ്, ഈ -LSB ഇവിടെ
മൈനസ് യു എസ് ബി പോയിൻറ്റിൻ്റെ ഇവിടെയാണ്. ഇഫ് യു നോട്ടീസ് പ്ലസ് 10M തൊട്ട് മൈനസ് 10M വരെ 20 മെഗാഹെർട്സ് ഗ്യാപ്പ് ഉണ്ട്. 20 megahertz, 20 followed by 6 zeros, 20 0 0 0 0 0 0. So what, that's like 20 million hertz ആണ് ഈ ഫുൾ സാധനം. ലൈക്ക് ദ ലോ പാസ് ഫിൽറ്റർ is supposed to pass 20 million hertz. Now that's a big number. ഇനി യു എസ് ബി എന്ന് പറയുമ്പം ഈ 10 മെഗാഹെർട്സ് പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു 30 മെഗാഹെർട്സ് അങ്ങോട്ടും അതിൻ്റെ എൽ എസ് ബി എന്ന് പറയുന്ന ഒരു 30 മെഗാഹെർട്സ് ഇങ്ങോട്ടുമാണ്. സോ ബേസിക്കലി ദിസ് ഗ്യാപ്പ് ഈക്വൽ ടു 2 × 30 ഈക്വൽ ടു 60 ഹെർട്സ്. സോ എൽ എസ് ബിയുടെയും യു എസ് ബിയുടെ ഇടയിൽ. സോ ഇതിങ്ങനെയാണെങ്കിൽ ഇത് ട്രാൻസിഷൻ പോയിൻറ്റ്, ട്രാൻസിഷൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരും. ഇവിടെ ഒരു ട്രാൻസിഷൻ ഉണ്ട്. സോ ഇത് എൽ എസ് ബി ആണെങ്കിൽ എൽ എസ് ബി തൊട്ട് യു എസ് ബി വരെ പോകാൻ ദെയർസ് എ ട്രാൻസിഷൻ, റൈറ്റ്, ഫോർ ലോ പാസ് ഫിൽറ്റർ, ഫോർ എനി ഫിൽറ്റർ. സോ ഈ ഫുൾ റെക്റ്റാങ്കിൾ 20 മെഗാഹെർട്സ് ആണെങ്കിലും ദിസ് ട്രാൻസിഷൻ ഗ്യാപ്പ് ഇസ് ഓൺലി 60 ഹെർട്സ് ഓൺ ബോത്ത് സൈഡ്സ്. സോ ഇത്രയും വലിയ സാധനം 20 ഹെർട്സ് ആണ്. ദിസ് മച്ച് ഇസ് 20 മില്യൺ ഹെർട്സ്. ആൻഡ് ഇവിടെ തൊട്ട് ഈ ഒരു പോയിൻ്റ് വരെ വെറും 60 ഹെർട്സേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ വരും. ലൈക്ക് ഇറ്റ്സ് ആക്ച്വലി ബിറ്റ്വീൻ ദ പാസ് ബാൻഡ് ആൻഡ് ദ സ്റ്റോപ്പ് ബാൻഡ്. സോ 60 ഹെർട്സേ ഉണ്ടാകത്തുള്ളൂ. സോ തിങ്ക് അബൌട്ട് ഇറ്റ്. ഇത്രയും പെർഫെക്റ്റ്ലി ആംപ്ലിഫൈഡ് ആവണം, ഇല്ലെങ്കിൽ പെർഫെക്റ്റ്ലി പാസ് ത്രൂ ആവണം. എന്നിട്ട് 60 ഹെർട്സിലാണ്, വെറും 60 ഹെർട്സിലാണ് അതിൻ്റെ ട്രാൻസിഷൻ. സോ ഇറ്റ് ബേസിക്കലി ലുക്സ് ലൈക്ക് എൻ ഐഡിയൽ ഫിൽറ്റർ ഓൺലി, അല്ലേ? യു കാൺ റിയലി സീ മച്ച് ഓഫ് എ സ്ലോപ്പ് ഹിയർ, ബിക്കോസ് അത് സ്ലോപ്പ് ചെയ്യാൻ അത്രയും ചെറിയ ഗ്യാപ്പേ കിട്ടുന്നുള്ളൂ relative to the bigger filtering area. So what this means is that ഈ ഒരു ഫിൽറ്റർ ഡിസൈൻ ചെയ്യണമെങ്കിൽ you need a high Q value or a Q factor. Now ഒരു high Q factor ഉള്ള ഒരു ഫിൽറ്റർ ജനറേറ്റ് ചെയ്യാൻ ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൾട്ട്. ആൻഡ് ഇറ്റ്സ് മോർ എന്താ പറയുന്നത്, ഇറ്റ്സ് മോർ സെൻസിറ്റീവ് ടു സ്മോളർ നോയ്സസ്. സോ ഒരു ഹൈ Q factor ഹൈ ജനറേറ്റ് ചെയ്യുന്നത് പ്രാക്ടിക്കൽ അല്ല. സോ യു നീഡ് എ ക്യൂ ഫാക്ടർ വിത്ത് എ ലോ വാല്യൂ. ഇനി ഒരു ലോ ക്യൂ ഫാക്ടർ ഉണ്ടാക്കണമെങ്കിൽ ദിസ് ഗ്യാപ്പ് 20 മെഗാഹെർട്സ് എന്ന് പറഞ്ഞ ഗ്യാപ്പിനെ കുറയ്ക്കണം. സോ ലെറ്റ്സ് സേ ദാറ്റ്സ് ഫ്രം 100 ഹെർട്സ് ഓർ 10K, വെറും 10 കിലോ ഹെർട്സ് ടു മൈനസ് 10 കിലോ ഹെർട്സ്, ഓർ 2K എടുക്കാം. 2 കിലോ ഹെർട്സ് ടു മൈനസ് 2 കിലോ ഹെർട്സ്, -2 kilohertz. So in total this thing is 4 kilohertz 4 kilohertz pass band in total. 4 kilohertz pass band in total. And to either side of it USB എന്ന് പറയുമ്പോൾ വെറും 2K plus 30 ആയിരിക്കും. 2K plus 30, so 2030 ഇവിടെ -2K -30, so what's that, -2030. -2030 USB U and then 2K -30, so what, 1970 LSB. ഇവിടെ -1970 LSB. സോ ഇതിൻ്റെ ഇടയിൽ 60 ഹെർട്സ് ഗ്യാപ്പേ ഉള്ളൂ. സോ ദ ട്രാൻസിഷൻ ഫ്രം ദ പാസ് ബാൻഡ് ടു ദ സ്റ്റോപ്പ് ബാൻഡ് ഓൺലി ടേക്സ് 60 ഹെർട്സ്. ഈ കേസിലും ട്രാൻസിഷൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് 60 ഹെർട്സേ ഉള്ളൂ. സോ ദ റേഷ്യോ, ലൈക്ക് എത്രത്തോളം പാസ് ആവുന്നു വേഴ്സസ് എത്രത്തോളം ട്രാൻസിഷൻ ആവുന്നു എന്നുള്ള റേഷ്യോ ഇസ് ലോവർ ഇൻ ദിസ് വൺ, ബിക്കോസ് ഇറ്റ് ഡസൻ ലുക്ക് ലൈക്ക് എൻ ഐഡിയൽ ഫിൽറ്റർ ഇങ്ങനെയുള്ള. ഐഡിയൽ ഫിൽറ്റർ ആകുമ്പോൾ ഇത്രയും പാസും വളരെ ചെറിയ ട്രാൻസിഷൻ ഗ്യാപ്പേ ഉള്ളൂ. പക്ഷേ ഈ കേസിൽ കുറച്ച് പാസും പിന്നെ അതിന് റിലേറ്റീവ് ആയിട്ടുള്ള ഏകദേശം കുറച്ച് സൈസുള്ളൊരു ട്രാൻസിഷൻ ബാൻഡ്. And this looks more like the practical filters that we've learned, which means this requires a low Q factor. And this is easier to filter out. So in order to filter out, നമ്മൾ ഇവിടെ എന്താ ചെയ്തത്, 20 megahertz ഗ്യാപ്പിന് കുറച്ചിട്ട് 4 kilohertz ആക്കിയുള്ളൂ. And in order for it to be 4 kilohertz, അതിൻ്റെ
എഫ് സി എന്തായിരുന്നു? ക്യാരിയർ ഫ്രീക്വൻസീനെ എടുത്ത് 10 മെഗാഹെർട്സിൽ നിന്ന് 2K വെറും 2 കിലോ ഹെർട്സ് ആക്കിയുള്ളൂ. സോ എഫ് സി ഈക്വൽ ടു 2K ആക്കിയുള്ളൂ. ഈ മൈനസ് ഇപ്പം നോക്കണ്ട, എഫ് സി ഈക്വൽ ടു 2K ആക്കിയുള്ളൂ. സോ ബൈ ചേഞ്ചിങ് ഇറ്റ് ഫ്രം 10M to 2 kilohertz FC, I've made it easier to filter out this thing, to create a good filter that filters out the USB and only gives me the LSB. ഞാൻ വരയ്ക്കാം. LSB മാത്രമേ പാസ് വരുന്നുള്ളൂ. സോ ദാറ്റ്സ് വൈ നമ്മൾ ആദ്യം DSP-SC എടുത്തിട്ട്, അപ്പം ഓക്കെ, DSP-SC എന്ന് പറയുമ്പോൾ ഓക്കെ, ഐ ഹാവ് ദി MFT, എന്നിട്ട് ഒരു DSP-SC വിത്ത് 2 കിലോഹെർട്സ്, എഫ് സി ഈക്വൽ ടു 2K. അപ്പോൾ എഫ് സി ഈക്വൽ ടു 2K ചെയ്തു. അപ്പം ഐ ഗെറ്റ് an LSP വേവ്. എന്നിട്ട് അതിനെ ഫേർദർ പിന്നെയും ബൂസ്റ്റ് ചെയ്തെടുക്കുമ്പോഴാണ് മറ്റേ LSP, and then I add a new carrier FC1 equal to what, 10M to it, 10 megahertz, and you get the resulting wave 0, 10M, and then 10M minus 30, and minus 10M minus 30 plus 30. സോ അങ്ങനെയാണ് റിസൾട്ടിങ് വേവ് കിട്ടിയത്. ഇത് LSP ആണ്, ഇതും LSP ആണ്. സോ ദിസ് ഇസ് മോർ എഫിഷ്യൻറ്റ് ദൻ ഓബ്വിയസ്ലി സ്റ്റാൻഡേർഡ് DSP-SC വേവ്, വിച്ച് ഇസ് ദിസ് തിങ് റൈറ്റ് ഹിയർ. പക്ഷേ സ്റ്റാൻഡേർഡ് DSP-SC വേവിനെ അതുപോലെ തന്നെ ഫിൽട്ടർ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ ആദ്യം അതിൻ്റെ ഗ്യാപ്പ് ഷോർട്ടാക്കി 4K ആക്കിയത്. 4K വിച്ച് ഇസ് 2K പ്ലസ് 2K മൈനസ് 2K. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഈ LSP പോയിൻറ്റ്സിനെ മാത്രം എടുത്ത് ബൂസ്റ്റ് ചെയ്ത് 10M വെച്ച് കൊടുത്തപ്പോഴാണ് required ssbsc കിട്ടിയത്, which is this one. I hope that makes sense.